പോസ്റ്റഡ് 3.1 വന്നിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ലെയർ എഡിറ്റിംഗ് ടൂൾസാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഓൾറെഡി ക്യാൻവാസിൽ ഒരു ടെക്സ്റ്റ് ലെയറും ഒരു ഇമേജ് ലെയറും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ലെയറിന് എന്തെല്ലാം പുതിയ ഓപ്ഷൻസാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ലെയർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള ടൂൾസിൽ നമുക്ക് കാണാൻ പറ്റും പുതിയൊരു ഓപ്ഷൻ കർവിഫൈ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ കർവിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. എന്നുള്ളത് നമുക്ക് കർവിഫൈഡ് ഓപ്ഷൻ വേണ്ടതില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ലൈഡർ കിട്ടും. ഈ സ്ലൈഡർ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ലെയറിൻ്റെ ഒരു പാത്ത്, അതിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ വളഞ്ഞ് വട്ടത്തിലൊക്കെ നമുക്ക് ചില സ്റ്റാമ്പിലൊക്കെ കാണുന്ന പോലെ വട്ടത്തിലൊക്കെ ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ആർക്ക് ഓപ്ഷൻ. ഇനി വേവ് ഓപ്ഷൻ ആണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി കർവിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യുന്നത്. ഇനി അത് നമുക്ക് വേണ്ടതില്ല എന്നാണെങ്കിൽ നൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ലെയറിനെ പഴയതുപോലെ ആക്കാം. മറ്റൊരു ഓപ്ഷൻ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ലോങ് പ്രസ് റീസെറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ക്യൂ എന്ന് പറയുന്ന ടൂൾ പഴയ ടൂളാണ്. നമ്മൾ ഉപയോഗിച്ച് നമ്മളിതിനെ ഈ രൂപത്തിലൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ നമുക്ക് തോന്നുകയാണ് ഇതിനെ പഴയ രൂപത്തിൽ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി സ്ക്യൂ ടൂൾ അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരണമെന്നില്ല. പകരം ഈ സ്ക്യൂ എന്ന് പറയുന്ന ടൂളിന് പുറത്ത് ലോങ് പ്രസ് ചെയ്താൽ മതി. കുറച്ചധികം സമയം അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഇനി അടുത്തൊരു ടൂളാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ടൂള്. അപ്പോൾ പെർസ്പെക്റ്റീവ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഹൊറിസോണ്ടലി ഡ്രാഗ് ചെയ്താൽ, അതുപോലെ തന്നെ വെർട്ടിക്കലി ഡ്രാഗ് ചെയ്താലൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റ് ലെയറിനെ ആംഗിൾ 3D ആംഗിൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ട് ചില ഡിസൈന് നമുക്ക് രസകരമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനെ നമുക്ക് പഴയ രൂപത്തിൽ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൂളിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് തിരിച്ചു വരും. മറ്റ് 2 ടൂളുകൾ വെർട്ടിക്കൽ സ്ട്രെച്ചും ഹൊറിസോണ്ടൽ സ്ട്രെച്ചുമാണ്. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രെച്ച് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെർട്ടിക്കലി അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഹൊറിസോണ്ടലി നമുക്ക് ചെറിയ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയും ടൂൾസാണ് നമ്മൾ ടെക്സ്റ്റ് ലെയറിന് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ പെർസ്പെക്റ്റീവ് ടൂള് എല്ലാ ലെയേഴ്സിനും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമേജ് ലെയറിനും നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് ടൂൾ ഉപയോഗപ്പെടുത്താം.